എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഞാൻ ജോസ് ഫിലിപ്പ്. മാർപ്പാപ്പായുടെ അവസാനത്തെ ബുള്ളറ്റിൻ പറയുന്നത് മാർപ്പാപ്പ ഇന്ന് കഴിഞ്ഞ രാത്രിയിൽ വളരെ ശാന്തമായിട്ട് ഉറങ്ങുകയും ഇന്ന് രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ മാർപ്പാപ്പായുടെ പാവങ്ങളോടുള്ള സ്നേഹത്തെക്കുറിച്ചാണ് നമുക്കിന്ന് ചിന്തിക്കാൻ പറ്റുന്നത്. മറ്റുള്ളവരിൽ നിന്നും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് ദരിദ്രരെ സേവിക്കുന്നതിലൂടെ മാത്രമേ നാം ക്രിസ്തുവിൻ്റെ സഭയായി മാറുകയുള്ളൂ എന്നുള്ളൊരു പ്രചോദനം അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവൃത്തിയിലും നമുക്ക് കാണാം. ഈ വിധത്തിൽ മാത്രമേ സഭ സ്വയം ആയിത്തീരുകയുള്ളൂ. അതായത് സഭ എല്ലാവർക്കും തുറന്ന ഒരു ഭവനമായി. നമുക്കറിയാം, പല സഭാ മന്ദിരങ്ങളും അടച്ചുപൂട്ടി ഓരോരുത്തരുടെ സ്വന്തമായിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നവർക്ക് ഇതൊരു ചോദ്യചിഹ്നമായിട്ടാണ് മാർപ്പാപ്പ പലപ്പോഴും ദരിദ്രരോട് കാണിക്കുന്ന ആ സ്നേഹം കാട്ടിക്കൂട്ടുന്നത്. ലോകസഭയുടെ തലവനായ ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ച് ചിന്തിക്കാം. അദ്ദേഹം ഒരു ആധുനിക കാല സന്യാസിയാണ്. ദരിദ്രർക്കും പാവങ്ങൾക്കും ഒപ്പം അദ്ദേഹം ജീവിക്കുകയാണ്. ലാളിത്യത്തിൻ്റെ പ്രതീകമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതം ലളിതമായിരുന്നു. ഇപ്പോഴും അതുപോലെ തന്നെ. പരമ്പരാഗത മാർപ്പാപ്പമാരിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം ആഡംബര ജീവിതത്തോട് അകന്നു നിന്നു. വത്തിക്കാനിലെ ഔദ്യോഗിക മഹത്തായ വസതികൾ ഒഴിവാക്കി സാധാരണ ഒരു സന്ത മാർത്തായിലെ ഒരു മുറി അദ്ദേഹം തിരഞ്ഞെടുത്തു. കിരീടങ്ങളും സ്വർണ്ണാഭരണങ്ങളും അകറ്റി ലളിതമായ വെളുത്ത വസ്ത്രം മാത്രമാണ് ധരിക്കുന്നത്. ദരിദ്രരുടെ സുഹൃത്ത് മാർപ്പാപ്പായായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രസംഗങ്ങൾ തന്നെ ദരിദ്രർക്ക് അടിച്ചമർത്തപ്പെട്ടവർക്കും വേണ്ടിയായിരുന്നു. ദരിദ്രരെ സേവിക്കുന്നതിലൂടെ മാത്രമേ നാം യേശുവിൻ്റെ സഭയായി മാറുകയുള്ളൂ എന്ന വാക്കുകൾ അദ്ദേഹം പൂർണ്ണമായി ആചരിച്ചു. സഭയുടെ വീണ്ടെടുപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ദർശനം വത്തിക്കാനിലും വലിയ മാറ്റങ്ങൾ വരുത്തി. സഭ ഒരു ആത്മീയ കേന്ദ്രം മാത്രമല്ല, മറിച്ച് മുഴുവൻ മനുഷ്യരുടെയും വീടാണെന്ന് അദ്ദേഹം നിർബന്ധിച്ചു. ക്രിസ്തീയ സ്നേഹത്തിൻ്റെ ആഴം ദരിദ്രർക്ക് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും തുറന്നിരിക്കണമെന്ന് അദ്ദേഹം ഉണർത്തുന്നു. യൗവനത്തിൻ്റെ ആഹ്വാനം യുവജനങ്ങളെ അദ്ദേഹം പ്രത്യേകമായി പ്രചോദിപ്പിക്കുന്നു. സ്വാർത്ഥതയുടെ അന്തരീക്ഷത്തിൽ മതപ്രസക്തിയില്ലാതെ കഴിയുന്ന യുവാക്കളെ സഭയുടെ ഭാഗമാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ ദൈവത്തോടുള്ള സ്നേഹം ഒരിക്കലും അണയരുത് എന്ന സന്ദേശം ഈ ലോകമെമ്പാടുമുള്ള യുവാക്കൾക്കിടയിൽ ഒരു മിന്നുന്ന നക്ഷത്രമായിട്ടാണ്. സാമൂഹിക നീതിയിലേക്കുള്ള സന്ദേശം അദ്ദേഹം സൃഷ്ടിയുടെ പരിപാലനത്തിനും സമാധാനത്തിനും വലിയ പ്രാധാന്യം നൽകുന്നു. പരിതസ്ഥിതിയെയും സാമൂഹ്യ നീതിയെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ എൻസിക്ലിക്കൽ ലൗദാത്തോ സി ലോകമെമ്പാടുമുള്ള മനുഷ്യരിലേക്ക് ഒരു ഉണർത്തലാണ്. തീർച്ചയായിട്ടും ഈ മാർപ്പാപ്പ ലോകത്തിന് ആവശ്യമുള്ള രീതിയിലാണ് ചെയ്തത്. ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നല്ല മാർപ്പാപ്പായും സഭാജീവിതവും സഭാധികാരികളും മാറട്ടെ എന്ന് നമുക്ക് ഈ അവസരത്തിൽ ചിന്തിക്കാം.